ഹായ് ഫ്രണ്ട്സ്, പൈനാപ്പിളിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലൻ സദ്യ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നല്ല സ്വീറ്റ് ടേസ്റ്റാണ്. നല്ല പഴുത്ത പൈനാപ്പിളിനെ കൊണ്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സദ്യകളിലൊക്കെ ഈ റെസിപ്പി സാധാരണ കാണാറുണ്ട്, ഈ ഒരു ഐറ്റം സാധാരണ കാണാറുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി പൈനാപ്പിൾ പച്ചടി, മധുരപ്പച്ചടി, പൈനാപ്പിളിൻ്റെ മധുരപ്പച്ചടി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. പൈനാപ്പിളിനെ കൊണ്ടുള്ള മധുരപ്പച്ചടി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മളൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, ഒരു 1/2 കപ്പ് തൈര്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ വറവിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ. ഇത്ര ഐറ്റംസ് മതി. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ തൈരും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ തേങ്ങ എടുക്കണേ. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പോളം മതി. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തൈരും തേങ്ങയും കൂടി അരച്ച മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ പൈനാപ്പിൾ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പഞ്ചസാര പൈനാപ്പിൾ വേവുന്നതോടൊപ്പം അതിനകത്ത് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. വേഗം തന്നെ വെന്ത് വരും കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം മതി. നമ്മുടെ പൈനാപ്പിൾ വെന്തോ നോക്കാം. പൈനാപ്പിളൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഒരു മാക്സിമം 10 മിനിറ്റ് അത്ര നേരമൊക്കെ വേവിച്ചാൽ മതി. കാരണം ഇത് അധികം വേവില്ലാത്ത സാധനമാണ്. പിന്നെ ഒരു ചെറിയൊരു കടി വേണം പച്ചടിയിൽ ഇത് കടിക്കുമ്പോഴേ. അതുകൊണ്ട് വല്ലാതെ വെന്ത് അലിഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിലായാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ തൈരും തേങ്ങയുള്ള മിക്സർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നേരത്തെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയായി നമ്മുടെ പച്ചടീൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഒരു വറവും കൂടി ഇടാനുണ്ട്. വറവിടാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടുകും മുളകും ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളും തേങ്ങ അരപ്പ് ആഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പൈനാപ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. നമുക്കപ്പം തന്നെ ഓഫ് ചെയ്യാം. നമ്മൾ ചട്നിയൊക്കെ വറവിടുന്ന പോലെ. കണ്ടില്ല തിള വരുന്നുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം.
നമ്മുടെ പൈനാപ്പിൾ പച്ചടി, മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. മധുര പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ? വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി പൈനാപ്പിൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. പൈനാപ്പിൾ പഴുത്തതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി, അച്ഛനും ഒക്കെ ഇഷ്ടമായി. കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും, കാരണം നല്ല സ്വീറ്റ് ടേസ്റ്റാണ് ഇതിനുള്ളത്. സദ്യയുടെ ആ ഐറ്റത്തിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു പച്ചടിയും കൂടി ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ.